എന്നെക്കുറിച്ച് ഇപ്പം ഒരു സിനിമ ഡയലോഗ് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിൽ വരുന്നത് വെറുതെ ആലോചിച്ചുകൊണ്ട് ലിപ്സ് അനക്കാതെ പറയണം. കീപ് തിങ്കിങ് ഇറ്റ് ഇൻ യുവർ മൈൻഡ് ലൈക്ക് തിലകൻ 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 സാറിൻ്റെ ആ ഡയലോഗിൽ ആ സീനിൽ അദ്ദേഹം ഇങ്ങനെ ആ ഡയലോഗ് പറയുന്നതായിട്ട് വെറുതെ ഒന്ന് ആലോചിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? രാവണന് 10 തല അങ്ങനെ എന്തെങ്കിലും. മെന്റലിസം എന്നും പറഞ്ഞ് കൂടുതലും കാണുന്ന എല്ലാം പ്രീ പ്ലാൻഡ് വർക്ക്സ് ആണ് ഞാൻ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കാണുമ്പോൾ തന്നെ എനിക്കൊന്ന് മനസ്സിലാവും ഒരു 90% ഇതിൻ്റെ അകത്ത് കാണുന്ന എല്ലാം പ്രീ പ്ലാൻഡ് സാധനങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മരിച്ച ഒരാളിനെയൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പ്രോപ്പറായിട്ട് അത് മെന്റലിസം അല്ല, അത് ഒരിക്കലും അത് മെന്റലിസം അല്ല, അത് ഹിപ്നോട്ടിസം ആണ്. അതും മെന്റലിസവും തമ്മിൽ ഒരു ബന്ധവുമില്ല. നമ്മൾ കാണുമ്പോൾ എന്താ മരിച്ചുപോയ ആളിനെ കാണുന്നു, ആൾക്കാർ മറ്റേ ഇമോഷണൽ ആവുന്നു, അതാവുന്നു ഇതാവുന്നു. ഇത് കഴിഞ്ഞിട്ട് ആ പെർട്ടിക്കുലർ വ്യക്തിക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? അയാളുടെ ലൈഫിൽ പിന്നെ സ്വപ്നത്തിൽ അയാൾ ചിലപ്പോൾ ആളിനെ പിന്നെയും കാണാൻ ചാൻസസ് ഉണ്ട്. വർക്ക് ലൈഫിനെ ബാധിക്കും, അവരുടെ പേഴ്സണൽ ലൈഫിനെ വളരെ വലിയ രീതിയിൽ പലർക്കും ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട്. കണ്ണു തുറക്കുന്ന സമയത്ത് നമുക്ക് ഡ്രസ്സ് ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യും, അല്ലെങ്കിൽ വേറൊരാൾക്ക് ഡ്രസ്സ് ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യും. അങ്ങനത്തെ കുറെ വിയേർഡ് സാധനങ്ങൾ ചെയ്യുന്ന അത് കണ്ടിട്ടുണ്ട്. അതും റീച്ചിന് വേണ്ടിയിട്ട് ഇത്ര വലിയ പ്രശ്നമാണെന്ന് ആലോചിച്ച് നോക്കി. മസ്താനിയുടെ അടുത്ത് ഞാനിപ്പോൾ പറയാണ്, മസ്താനി ഇവിടെ ഇരിക്കുന്ന ഇത്രയും ആണുങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്, ഇത്രയും ആൾക്കാർക്ക് മസ്താനിയെ ഡ്രസ്സ് ഇല്ലാതെ കാണിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിരിക്കുമായിരിക്കും, കാണുന്ന ആൾക്കാർ ചിരിക്കുമായിരിക്കും. അതിനപ്പുറത്തേക്ക് മസ്താനിയുടെ മനസ്സിലുണ്ടാവുന്ന ട്രോമാസ് എന്തൊക്കെയായിരിക്കും ആലോചിച്ച് നോക്കി. എത്രത്തോളം വലിയൊരു സീരിയസ്നെസ് ഉള്ള ഒരു ഇഷ്യൂ എന്ന് ആലോചിച്ച് നോക്കി. ഒരാളുടെയും മെന്റൽ ഹെൽത്തോ ഒരാളുടെയും ഇമോഷണൽ സ്റ്റെബിലിറ്റിയോ തകർത്തിട്ടുള്ള ഒരു എന്റർടൈൻമെന്റും പ്രോത്സാഹിപ്പിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575. എല്ലാവർക്കും വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ മസ്താനി ആൻഡ് ദിസ് ഇസ് അവർ ഷോ മസ്തി വിത്ത് മസ്താനി. നമ്മൾ ഈ ചെറുതിലേക്ക് ഇപ്പം ഈ മാജിക് ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുമായിരുന്നു. ഇപ്പോൾ പൂ വരുന്നതും ടവലിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പോൾ ഓരോ സാധനങ്ങൾ വരുന്നതൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുമായിരുന്നു. ഇപ്പോൾ ഈ മെൻ്റലിസം കാണുമ്പോൾ ആ മെൻ്റലിസ്റ്റുകൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റീസ് കാണുമ്പോഴാണ് ഞാനിപ്പോൾ കൂടുതലും അന്തം വിട്ട് നിൽക്കാറ്. ഞാനിങ്ങനെ നമ്മൾ 1-2 വട്ടമൊക്കെ ഞാൻ നേരിട്ട് കാണാൻ എനിക്കൊരു അവസരം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ലൈഫിൽ ആദ്യമായിട്ട് ഞാനൊരു മെൻ്റലിസ്റ്റിനെ ഇന്റർവ്യൂ ചെയ്യാൻ പോവാണ്. നമ്മുടെ ഷോയിൽ നമ്മുടെയൊക്കെ സ്വന്തം ഫേവറേറ്റ് ആയിട്ടുള്ള മെന്റലിസ്റ്റ് അനന്തു. ഹായ്. ആക്ച്വലി എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. ഇത്രയും കിടലായിട്ട് ഇന്റർവ്യൂവിന്റെ മറ്റേ മുഖമുദ്ര മാറ്റി തിളങ്ങി നിൽക്കുന്ന മസ്താനിക്ക് ടെൻഷൻ ഒന്നും കള്ളത്തരമൊക്കെ മനസ്സിലാവുമല്ലോ. അത് കുറച്ച് മനസ്സിലാവും. അതെനിക്കൊരു പ്രശ്നം ചെറുതായിട്ട് ഞാനിങ്ങനെ വീട്ടില് ഞാൻ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തപ്പോഴേ അപ്പൊ മെന്റലിസം റിലേറ്റഡ് ഇങ്ങനെ നമ്മൾ കുറച്ച് എന്തെങ്കിലും നോക്കിയിട്ട് വരണമല്ലോ. അപ്പൊ വീട്ടിലെ എന്റെ സിസ്റ്ററൊക്കെ ചോദിച്ചു, ഇത് വളരെ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ കാണുന്നതെന്ന്. ഞാൻ പറഞ്ഞു ഇന്ന ആളാണ് വരുന്നത് എന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും അറിയാം നീ തീർന്നു, ഇതോടുകൂടി നീ തീർന്നു എന്നാണ് പൊതുവെ പറഞ്ഞത്. അപ്പൊ മൊത്തത്തിൽ എനിക്കൊരു ടെൻഷൻ. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ ഓക്കെ. അപ്പൊ വെൽക്കം. താങ്ക് യു സോ മച്ച്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു മെന്റലിസ്റ്റ് ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നത്. വിജയ് മെർസൽ സിനിമയിലെ മറ്റേ ഇന്റർവ്യൂ ആദ്യത്തെ ഇന്റർവ്യൂ ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഭയങ്കര വിജയ് ഫാൻ ആട്ടോ. അത് ഞാൻ കുറെ കമന്റ്സ് കണ്ടിട്ടുണ്ട്. വിജയിന്റെ ഒരു മാനറിസം അറിയാതെ ആദ്യം വന്ന് തുടങ്ങിയതാണ്. പിന്നെ അത് ഞാൻ നോക്കിയപ്പോഴത്തേക്കും കൊള്ളാം, ചേരുന്നുണ്ടെന്ന് തോന്നിയപ്പോഴത്തേക്കും പിന്നെ അത് പർപ്പസ്ഫുള്ളി ഷോയിലൊക്കെ ഉൾപ്പെടുത്താൻ തുടങ്ങി. അത് നല്ല ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ആളുടെ ഒരു കാണാനും ഏകദേശം ഒക്കെ ഉണ്ട്. ഇപ്പൊ നമ്മൾ കണ്ട് ആ ഒരു മാനറിസം ഒക്കെ വരുന്നുണ്ട്. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ മെയിൻലി ഇപ്പം സീക്രട്ട് ലെറ്റർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു വലിയ ഷോയുടെ ലോഞ്ചിങ് ഉണ്ട്. അപ്പോൾ അതിന്റെ പരിപാടിയൊക്കെ നിൽക്കുന്നു. ഞാൻ കണ്ടു ഇൻസ്റ്റഗ്രാമില്. എന്താണ് അതെന്താ നമ്മൾ ലെറ്റർ എഴുതുന്നതാണോ? ലെറ്റർ എഴുതുന്നില്ല. സീക്രട്ട് ലെറ്റർ എന്ന് പറയുന്നത് ലൈക്ക് ഇന്ത്യയിലെ ഒരു വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് മെന്റലിസം ഷോ എന്നുള്ളൊരു ടൈറ്റിൽ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. ഇതിന് വേണ്ടിയിട്ട് ഒരു 3-4 വർഷം ഞാൻ എൻ്റെ കരിയറൊക്കെ സാക്രിഫൈസ് ചെയ്ത് ഒരു അടച്ചിട്ട ബംഗ്ലാവിൽ അങ്ങനെ മാറി, മറ്റേ റോബോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാറിയുന്ന പോലെ. അപ്പോൾ ആ ഒരു രീതിയിൽ അത്യാവശ്യം നല്ല ഹാർഡ് വർക്ക് ചെയ്ത് കുറേ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തൊരു ഷോയാണ്. അപ്പോൾ ഫൈനലി ഒരു സിനിമ എടുക്കുന്ന പോലെ തന്നെയാണ് നമ്മളൊരു ലൈവ്. ഇവിടെ ഒരു തിയേറ്റർ കൾച്ചർ അങ്ങനെ അധികം ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പ്ലാനും കൂടെ ഉണ്ട് ഇവിടെ. മെന്റലിസം ഇപ്പോൾ ആദിച്ചേട്ടനൊക്കെ ചെയ്യുന്നത് പോലെ മെന്റലിസം തിയേറ്റർ ഷോസ് ഇപ്പോൾ ഒരുപാട് ഇവിടെ കൊണ്ടുവരണം എന്നൊക്കെ ഉണ്ട്. മെന്റലിസം മാത്രമല്ല ബാക്കി ആർട്സ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു രീതിയിൽ ഞങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്തതാണ്.
ഓക്കെ. ഞാൻ വീഡിയോസിലൊക്കെ കുറെ കണ്ടിട്ടുണ്ട്. ഇപ്പം മെന്റലിസം അല്ലാതെയും നമ്മൾ കുറെ അല്ലാതെ ഈ ഷോർട്സ് ഒക്കെ ഇടാറില്ലേ, ഓരോ ലൈഫിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടൊക്കെ. അപ്പം അതിലൊക്കെ കാണുന്ന ആ ഒരു പ്ലസന്റ് ലുക്ക് നേരിട്ടുണ്ട്. ഓക്കെ. ഇപ്പൊ ഇങ്ങനെ ഞാൻ ചെയ്യട്ടെ, നമ്മളിപ്പം പാട്ട് പാടാൻ അറിയാവുന്ന ഒരാളെ കാണുമ്പോൾ എല്ലാവരും ഒരു പാട്ട് പാടുമെന്ന് ചോദിക്കും. അതേപോലെ മാജിക് കാണിക്കുന്ന ആൾക്കാരോട് എന്തെങ്കിലും ചെറുത് കാണിക്കുമെന്ന് ചോദിക്കും. അതേപോലെ തന്നെ നമ്മളിപ്പം ഭയങ്കര ആകാംക്ഷ കൊണ്ടായിരിക്കും ചോദിക്കുന്നേ. പക്ഷെ ഇപ്പം മെന്റലിസ്റ്റുകളെയൊക്കെ കാണുമ്പോഴേ ആൾക്കാരിങ്ങനെ ചോദിക്കില്ലേ, നിങ്ങൾക്ക് എന്തെങ്കിലും പെർഫോം കാണിച്ചു തരാൻ പറ്റുമോ? അങ്ങനെ ചോദിക്കുന്നത് ഇറിറ്റേഷൻ ആകാറുണ്ടോ? അത് കുഴപ്പമില്ല. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ അങ്ങനെ ഒരുപാട് ഇങ്ങനെ മെന്റലിസം മാത്രമല്ല, നമ്മൾ വേറെ കുറച്ച് സബ്ജക്ട്സ് ആണ് ഇപ്പോൾ ഞാൻ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിഷ്ടമുള്ള വേറെ കുറച്ച് മേഖലകളുണ്ട്, അപ്പോൾ അതൊക്കെ റിസർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെ മിക്സ്ചർ എന്നുള്ള രീതിയിൽ ഒരു കാര്യം ചെയ്യാം. തെറ്റിപ്പോയാൽ കൂവരുതേ. അപ്പം വെറുതെ ഒന്ന് ശ്രമിക്കാന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ എന്നെയല്ല ഇൻ്റർവ്യൂ ഉണ്ട്, അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ടൊരു കാര്യം ചോദിക്കട്ടെ. പറയണ്ട, ഉത്തരം പറയണ്ട. ഞാനിപ്പോൾ മുമ്പിലിരിക്കുകയാണ്. എന്നെക്കുറിച്ച് ഇപ്പം ഒരു സിനിമ ഡയലോഗ് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിൽ വരും. വെറുതെ ആലോചിച്ചുകൊണ്ട് ലിപ്സ് അനക്കാതെ പറയണം. കീപ് തിങ്കിങ്. അതിങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കണം. ഇപ്പൊ ചിരിച്ചു ഇത്രയും നേരം ലൈക്ക് ഷോൾഡേഴ്സ് ചേഞ്ച്. ഓക്കെ പോട്ടെ. അല്ലല്ല, ഇതൊക്കെ ദിസ് പാർട്ട് ഓഫ് ദ ഗെയിം. വെറുതെ ആളുടെ പേരൊന്ന് ലൈക്ക് അതിൽ ആക്ടർ ആരാന്നുള്ളതൊന്ന് ആലോചിക്കാൻ പറ്റുമോ? പറയണ്ട വെറുതെ ആലോചിച്ചാൽ മതി. ഓക്കെ. അയ്യോ, ഇതൊന്നും എന്നോടൊന്നും പറയണ്ട കേട്ടോ. അതിൽ ഏതെങ്കിലും ഒരാളിനെ. എല്ലാ സിനിമയിലും ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. കീപ് തിങ്കിങ് ലൈക്ക് ഇതെന്നെ കണക്ട് ചെയ്തിട്ടുള്ള എന്തോ ഒരു സാധനം. ഇപ്പൊ ജീവിച്ചിരിപ്പില്ലാത്ത ഒരാൾ പറഞ്ഞ അങ്ങനെ എന്തെങ്കിലും കാര്യം മനസ്സിൽ വന്നു. ഓക്കെ. വെറുതെ കീപ് തിങ്കിങ്. അതിങ്ങനെ വെറുതെ ആലോചിച്ചുകൊണ്ടിരിക്കും. ഡയലോഗ് ആലോചിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ആക്ടറിന്റെ പേരൊന്ന് ആലോചിക്കണേ. ഫസ്റ്റ് ലെറ്റർ ഒന്ന് ആലോചിക്കാൻ പറ്റുമോ? ABCDEFG. ABCD ഒന്ന് കൗണ്ട് ചെയ്തേ. RSTUV അതുകൊണ്ടൊന്നുകൂടെ കൗണ്ട് ചെയ്തേ. അങ്ങനെയൊക്കെ ചോദിച്ചാ ടീലൊരു ബ്ലോക്ക് ഒന്നുമില്ലേ? ടീൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താ ആണോ? അതൊന്ന് നോക്കിയാൽ ടീൽ സ്റ്റാർട്ട് ചെയ്യുന്ന പേരാണ്. കീപ് തിങ്കിങ് ഇറ്റ് ഇൻ യുവർ മൈൻഡ് ലൈക്ക് തിലകൻ സാറിന്റെ ഡയലോഗേ വെറുതെ ഒന്ന് കണ്ണടച്ചിട്ടേ ആ ഡയലോഗിൽ ആ സീനിൽ അദ്ദേഹം ഇങ്ങനെ ആ ഡയലോഗ് പറയുന്നതായിട്ട് വെറുതെ ഒന്ന് ആലോചിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? രാവണന 10 തല അങ്ങനെ എന്തെങ്കിലും. താങ്ക് യു. 10 തലയവന് തനി രാവണൻ. ആ ഡയലോഗ. അയ്യോ കൈ അതെങ്ങനെ? താങ്ക് യു. നേരത്തെ പറഞ്ഞല്ലോ ആ രഹസ്യം എന്നോടൊപ്പം മണ്ണിൽ അലിഞ്ഞത്. ഇല്ല, അതൊരു ഷോയ്ക്ക് വാ കുറെ കാര്യങ്ങൾ ചെയ്യാം. ഷോയ്ക്ക് മസ്താനി ഭയങ്കര കറക്റ്റ് ഒരു സബ്ജക്റ്റ് ആട്ടോ. എനിക്ക് മെന്റലിസം ചെയ്യാൻ പറ്റിയ സബ്ജക്റ്റാണ് മസ്താനി. കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഷോയ്ക്ക് പറ്റുകയെന്നുണ്ടെങ്കിലേ വായോ. മെയ് 25 ടാഗ് ഔട്ട് തിയേറ്റർ. സെറ്റാക്കും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ ആൾക്കാർ പൊതുവെ പറയുമല്ലോ മെന്റലിസ്റ്റുകൾക്ക് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാരുടെ ഓൾമോസ്റ്റ് മൈൻഡൊക്കെ മനസ്സിലാവുന്നൊക്കെ. അങ്ങനെയല്ല, മെന്റലിസം പഠിച്ചുകൊണ്ട് മാത്രം മനസ്സിലാവില്ല. എൻ്റെ കൂടെ വേറെ കുറെ സബ്ജക്റ്റുകളുണ്ട്. ഇപ്പം കോൾ റീഡിങ്, ലിപ് റീഡിങ് എന്നൊക്കെ കുറെ ഞാൻ ചുണ്ടിൽ നോക്കിക്കൊണ്ടിരുന്ന ശ്രദ്ധിച്ചായിരുന്നു. അതൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് അതിനൊക്കെ വേണ്ടിയിട്ട്. അതിപ്പോൾ ലിപ് റീഡിങ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. അതായത് നമ്മൾ ഈ മനസ്സിൽ സ്പെല്ല് ചെയ്യുന്ന സാധനങ്ങൾ നമ്മളെല്ലാം അറിയാൻ നമ്മുടെ ലിപ്പിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതൊരു ഫേഷ്യൽ എക്സ്പ്രഷൻ ഡീകോഡിങ്ങിലൊക്കെ വരുന്ന കുറച്ച് ഡീപ്പായിട്ടുള്ള കോണ്ടാക്സ്റ്റ് ആണ് അതൊക്കെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുറേ വർഷങ്ങളായിട്ട് ഇഷ്ടമുള്ളതുകൊണ്ട് അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പഠിക്കുന്നു. ഈ എന്താ ചിലർ പറയില്ലേ കള്ളത്തരം പറയുമ്പോൾ കണ്ണ് ഈ ഭാഗത്തേക്കും, അതൊക്കെ നോക്കിയിട്ടാണോ? ചില ആൾക്കാരിങ്ങനെ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. യൂട്യൂബ് വീഡിയോസ് ആണ് ഇതിൽ ഏറ്റവും വലിയ സ്കാം. തല ചൊറഞ്ഞു കഴിഞ്ഞാൽ അവൻ പറയുന്ന കള്ളമാണ്, കണ്ണ് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ കള്ളമാണ്. ഇതൊക്കെ കൾച്ചറൽ ഡിഫറൻസ് വെച്ച് മാറും. നമ്മൾ ഇവിടെയുള്ള ആൾക്കാരെ ജഡ്ജ് ചെയ്യും പോലെ അല്ല. ചിലപ്പോൾ ഒരു വെസ്റ്റേൺ കൺട്രീസിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ വേറെ രീതിയിൽ മാറും. ഓരോ ആൾക്കാരുടെ കൾച്ചർ, ഓരോ ആൾക്കാരുടെ മെയിലാണോ ഫീമെയിൽ, ഇതെല്ലാം അനുസരിച്ച് മാറും. അതുകൊണ്ട് ഈ ബോഡി ലാംഗ്വേജ് ആൻഡ് ഫേഷ്യൽ റീഡിംഗ് എന്ന് പറയുന്നത് 100% ഒന്നും ശരിയാവണമെന്നില്ല. അപ്പോൾ അത് ഒരുപാട് ആൾക്കാർ യൂട്യൂബിൽ ഇങ്ങനെ മിസ്ലീഡിങ് വീഡിയോസ് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഒരാളിനെ മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ അയാളുടെ ഈ കണ്ണ് ഇങ്ങോട്ട് പോകും നോക്കും അങ്ങോട്ടും. ഇതൊന്നും അല്ല, ഇതൊക്കെ വെറും അമച്വർ തിങ്സ് ആണ്. ഇതിന്റെ അപ്പുറത്തേക്ക് കുറെ കാര്യങ്ങളുണ്ട്.
ജോ നവാരോടെ ഒക്കെ ഒരു ബുക്ക് ഉണ്ട്, വാട്ട് എവരി ബോഡി ഈസ് സേയിങ് എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ബുക്കിൽ അദ്ദേഹം അതിൽ പറയുന്നുണ്ട്, ലൈക്ക് അദ്ദേഹത്തിന്റെ വലിയ റിസർച്ച് ഒക്കെ ചെയ്ത ആളാണ്, അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എൻ്റെ റിസർച്ചിലുള്ള ഈ സബ്ജക്റ്റുകളും നിങ്ങളൊരു പരിധി വരെ മാത്രം കണ്ടാൽ മതി എന്നുള്ളൊരു സാധനം. അതിനപ്പുറത്തേക്ക് നമ്മൾ കുടുംബ ബന്ധങ്ങളിലേക്കൊക്കെ ഇത് പോകുമ്പോഴത്തെ സമയത്തെ മറ്റേ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇവൾ എന്താ എന്ന് ചിന്തിച്ചത്, അല്ലെങ്കിൽ എന്റെ ഭർത്താവ് എന്താ കണ്ണങ്ങോട്ട് ഭയങ്കര ഇഷ്യൂ ഒന്നുമില്ല. ഇപ്പൊ എത്ര ഇയേഴ്സ് ആയിട്ട് ഈ ഒരു ഫീൽഡിലുണ്ട്? 2009 മുതലുണ്ട്, മാജിക് ഓടിച്ച് സ്റ്റാർട്ട് ചെയ്ത. മാജിക്കിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പൊ എന്താ ഈ മെന്റലിസം ഈ ഒരു ഫീൽഡ് എന്താ ആകർഷിച്ചത്? മണിച്ചിത്രത്താഴ് ഞാൻ പറഞ്ഞു, എന്നെ കണക്ട് ചെയ്തൊരു മെമ്മറി മസ്താനിയുടെ മൈൻഡിൽ വന്നു പോയി. അതൊരു കോയിൻസിഡൻസ് പോലെ വന്ന അറിയില്ല, ആയിക്കോട്ടെ. അപ്പം മണിച്ചിത്രത്താഴ് ഭയങ്കര ഒരു ഇൻഫ്ലുവൻസ് ആയിരുന്നു. ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ആ ഒരു സിനിമയും അതിലെ ഡോക്ടർ സണ്ണി എന്ന് പറയുന്ന ലാലേട്ടന്റെ ക്യാരക്ടർ, ഇതൊക്കെ ഇൻസ്പയർ ചെയ്ത് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, അയ്യോ അപ്പൊ എന്ത് കറക്റ്റ് ആയിട്ട് ഞാൻ ഡയലോഗ് പറഞ്ഞു. അത് നമ്മളെ ഷോയിൽ ഒരു കാര്യമുണ്ട് കേട്ടോ. നമ്മൾ സീക്രട്ട് ലെറ്ററിൽ ഇപ്പോഴത്തെ റെഗുലർ ഷോയിലുണ്ട്, ലൈക്ക് ഒരാളുടെ തോട്ട് മറ്റേ ആളെ കൊണ്ട് പറയിക്കുക, ഇങ്ങനെയൊക്കെ കുറെ സെഗ്മെന്റ്സ് ഉണ്ട് അതിൻ്റെ അകത്ത്. നല്ല രസമാണ്. ഇപ്പം ഇതുവരെ എത്ര ഷോ കംപ്ലീറ്റ് ചെയ്തു? അയ്യോ അങ്ങനെ കൗണ്ടില്ല. ഞാൻ ഒരു സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തായിരുന്നു തോന്നുന്നു, മാജിക് ഷോസ് ചെയ്തിരുന്ന സമയത്ത് 1000 ഷോ കംപ്ലീറ്റ് ചെയ്തിരുന്നു ആ സമയത്ത്. പിന്നീട് നമ്മളിപ്പോൾ നമ്പർ ഓഫ് കൗണ്ട്സ് അല്ല, നമ്മളിപ്പം ക്വാണ്ടിറ്റിക്കാട്ടിലും ക്വാളിറ്റി ഓഫ് ഷോസ് നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരുപാട് ഷോ ചെയ്യാന്നുള്ളതല്ല, ചെയ്യുന്ന ഷോ മികച്ചതാക്കി ചെയ്യാന്നുള്ള. അപ്പം അങ്ങനെ ഒരുപാട് വലിച്ചു വരെ ഇങ്ങനെ ഇവന്റ്സ് നമ്മളിങ്ങനെ ചെയ്യുന്നില്ല. ഇപ്പോൾ ലിമിറ്റഡ് ആയിട്ട് ഇപ്പോൾ കൂടുതലും ഇന്റർനാഷണൽ വെന്യൂസ് ഞങ്ങളിപ്പോൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഇതിൽ പോവാ. ഓക്കെ, നമ്മൾ ഈ മെന്റലിസം ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇപ്പം ഒരു അറ്റ് എ ടൈം എത്ര ആൾക്കാരെ ഒന്നിച്ച് ചെയ്യാൻ പറ്റും? ഇല്ല, മറ്റേ സിനിമയിലെ മറ്റേ നന്ദന സിനിമയില് ഉണ്ണിയമ്മയെ കുമ്പിടിയെ ഞാൻ കണ്ടു, അവിടെയും കണ്ടു, ഇവിടെ കണ്ടു. ഒരേ സമയം 10 വരെ 10 അടുത്ത് വരെ കണ്ടെന്ന്. അതുപോലെ ഞാൻ പറയട്ടെ, മനുഷ്യരെയാണെങ്കിൽ ഒരാളെ, മറ്റേ ഏലിയൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു 7 വരെയൊക്കെ ചെയ്യാം. പിന്നെ ഞാൻ ഈ മാർസിലോട്ട് ഒരു റെസിഡന്റ് വിസ നോക്കുന്നുണ്ട്, അവിടെയാണെന്നുണ്ടെങ്കിൽ ഇല്ല. ഞാൻ എന്താന്ന് വെച്ചാലേ എനിക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായി. അത് ആൾക്കാരനുസരിച്ചിരിക്കും. വരുന്ന ആൾക്കാരുടെ ചിലർ ഭയങ്കര ഡിഫെൻസീവ് ആയിരിക്കും, ചിലർ മസ്താനിയെ പോലുള്ള ആൾക്കാരായിരിക്കും, ഡിഫെൻസീവ് പോലെ ലൈക്ക് ഇൻ ബിറ്റ്വീൻ ന്യൂട്രൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഡിപ്പെൻസ്. ഞാൻ ഐ തിങ്ക് എപ്പോഴായിരുന്നു, ഒരു 2 weeks മുന്നേ ഇങ്ങനെ കാലിക്കറ്റ് ബീച്ചിൽ നമ്മളൊരു കൊളാബ്, വയനാട് ഒരു കൊളാബ് കഴിഞ്ഞിട്ട് കോഴിക്കോട് ആ വഴി പോയപ്പോൾ ജസ്റ്റ് നൈറ്റ് ഒന്ന് ബീച്ചിൽ കയറി. അപ്പം ഭയങ്കര ആൾക്കൂട്ടം, അവിടെ കുറെ ആൾക്കൂട്ടം, ഇവിടെ കുറെ ആൾക്കൂട്ടം, അങ്ങനെ കുറെ. അപ്പൊ എന്താ സംഭവം എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ട്. ഞാനും ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു, ഞങ്ങൾ ചെന്ന് നോക്കി. അപ്പൊ മെന്റലിസ്റ്റ് ആണ് അവിടെ ചെയ്തോണ്ടിരിക്കണേ. ബീച്ചില് പബ്ലിക്കായിട്ട് ഇങ്ങനെ ഓരോ ആൾക്കാരെ ട്രൈ ചെയ്യാം. അപ്പൊ ആ സമയത്ത് ഞാൻ വിചാരിച്ചെന്താന്ന് വെച്ചാൽ അത് ഭയങ്കര ഈസിയാണ്. കാരണം ഈസി ആണോ ഈ കപ്പലണ്ടിയൊക്കെ വയ്ക്കാൻ ആൾക്കാർ നിൽക്കില്ലേ? അതേപോലെ കുറെ മെന്റലിസ്റ്റ് അവരവിടെ ട്രൈ ചെയ്യുന്ന കുറെ. അത് ഒരാൾ ഇവിടെ ഇരിക്കണു, അവർക്ക് ചുറ്റും കുറെ ആൾക്കാർ, അങ്ങനെയൊക്കെ ഞാൻ കണ്ടു. അപ്പം ഇതെന്താ സംഭവം? ലൈക്ക് ഇങ്ങനെ ഇതിൽ ഏറ്റവും നോട്ട് ചെയ്ത പോയിന്റ് എന്താണെന്ന് അറിയോ? ഈ കപ്പലണ്ടി വയ്ക്കുന്ന ആൾക്കാരിരിക്കില്ല. അതെന്താന്ന് വെച്ചാല് ഭയങ്കര വേസ്റ്റ് കേസിലാണ് നമ്മുടെ ഈ ഒരു ആർട്ടിനെ ഇവിടെ ഇപ്പോഴുള്ള പുതിയ ആൾക്കാർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു ക്വാളിറ്റി ഉണ്ട്. അത് ഓക്കെ ചെയ്യേണ്ടെന്നല്ല, നിങ്ങൾ ചെയ്യും, പുതിയ ആൾക്കാരിലേക്ക് പരീക്ഷിക്കൂ, പക്ഷേ നിങ്ങൾ യുണീക്കായിട്ട് പരീക്ഷിക്കൂ എന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. പണ്ട് മുതലേ നമ്മളിപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സാധനം തന്നെ ഫോളോ അപ്പ് ചെയ്ത് അത് തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇൻഡസ്ട്രിക്ക് അത് വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പറഞ്ഞില്ലേ കപ്പലണ്ടി വിൽക്കാൻ നിൽക്കുന്ന ഇപ്പം ഈ ഒരു ആർട്ടിന് ആൾക്കാർ ഇത്രയേ ഉള്ളൂ വാല്യൂ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഇതിനിങ്ങനെ ഒരു വെറുതെ ഒരു അവിടെ ഇവിടെയൊക്കെ ചെന്ന് ചെയ്ത് ഞാനും ചെയ്തിട്ടുണ്ട്, എൻ്റെ തുടക്കകാലത്തിൽ ഞാനും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊരിക്കലും ഒരാളുടെ പ്രൈവസി കയറി ഓക്കെ നിങ്ങളിവിടെ നിൽക്കൂ, നിങ്ങളെ ഞാൻ ഹിപ്നോട്ടിസ് ചെയ്യാം, നിങ്ങളെ മെൻ്റലൈസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടല്ല. ഇങ്ങോട്ട് ആരെങ്കിലും നമ്മൾ നടക്കുമ്പോൾ ക്യാമറയായിട്ട് നടക്കുമ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ ശ്രമിക്കും എന്നുള്ള രീതിയിൽ ചെയ്യും. അതിനപ്പുറത്തേക്ക് നമ്മളത് ചെയ്യില്ല. ഇപ്പം കണ്ടുവരുന്ന ഒരു കാഴ്ച ഭയങ്കര ഷോക്കാണ്. ഇപ്പം അതും മെൻ്റലിസം എന്നും പറഞ്ഞ് കൂടുതലും കാണുന്ന എല്ലാം പ്രീ പ്ലാൻഡ് വർക്ക്സ് ആണ് ഞാൻ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കാണുമ്പോൾ തന്നെ എനിക്കൊന്ന് മനസ്സിലാവും, ഒരു 90% ഇതിൻ്റെ അകത്ത് കാണുന്ന എല്ലാം പ്രീ പ്ലാൻഡ് സാധനങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് അവരെങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഈ ഒരു ആർട്ട് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. പിന്നെ എന്തിനാണ് അവർ ഈ അവരുടെ ആൾക്കാരെ വെച്ച് തന്നെ സെറ്റ് അത് ആളിനെയൊന്നും പറയുന്നില്ല. അത് ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. നിങ്ങൾക്കത് ആർട്ട് നല്ല രീതിയിൽ തന്നെ ചെയ്യാമല്ലോ. പിന്നെ എന്തിനാ നിങ്ങളിങ്ങനെ അങ്ങനെ പ്രീ പ്ലാൻ ഒക്കെ ചെയ്യുന്നത്? എന്തിനാ? ഇതെന്താണെന്നറിയോ, എന്നെ വിളിച്ചു, ഇവർ സെറ്റ് ചെയ്ത ആൾ എന്നെ വിളിച്ചു, ചേട്ടാ ഞാൻ അന്ന് ചെയ്തത് ആ ചേട്ടൻ എന്നോട് വന്നിട്ട് ഇതിങ്ങനെ അഭിനയിക്കുമെന്ന് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ അഭിനയിച്ചതാണ് ചേട്ടാ, ഇങ്ങനെ വന്ന് പറയും. അപ്പോൾ ചേട്ടാ ഈ അഭിനയമാണോ മെൻ്റലിസം? എന്ത് ചെയ്യാൻ? ഇത് അവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ചാല് എന്നെ ചെയ്തില്ല. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അപ്പം ഞങ്ങളുടെ ക്യാമറമാൻ, അപ്പം അവനെയാണ് ഇത് ചെയ്തത്. പേര് മറപ്പിച്ചു, പക്ഷെ അത് വർക്കായി. പേര് മറന്നു.
ശരി ശരി ആ ശരി. അത് അത് മെന്റലിസം അല്ല, അത് ഹിപ്നോട്ടിസത്തിൽ വരുന്ന സാധനം കേട്ടോ. അത് മെന്റലിസം ഹിപ്നോട്ടിസം രണ്ടാ. ഓ ഞാനത് ചോദിക്കാൻ വന്നത്. നമ്മൾ ഈ സൈക്കോളജി ഒരു പ്യൂർലി ഒരു കൺസൾട്ടേഷൻ പർപ്പസിന് വേണ്ടി ചെയ്യുന്ന ഒരു അക്കാഡമിക് സബ്ജക്റ്റാണ്. മെന്റലിസം ഒരു ആർട്ട് ഫോമാണ്, മാജിക് ഒരു ആർട്ട് ഫോമാണ്. ഹിപ്നോട്ടിസം ശരിക്കും കൺസൾട്ടേഷനൊക്കെ പ്രാക്ടീസ് ചെയ്ത് വരുന്ന ഒരു സാധനമായിരുന്നു. പക്ഷേ ഇപ്പം ചില ആൾക്കാർ അതിനെ പെർഫോം ടൂളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതും ഒരു ലിമിറ്റ് കഴിഞ്ഞ് പോകുന്നത് വലിയ ആപത്തിലേക്ക് വരും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മരിച്ചുപോയാളിനെയൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് പ്രോപ്പറായിട്ട് അത് മെന്റലിസം അല്ല. അത് ഒരിക്കലും അത് മെന്റലിസം അല്ല, അത് ഹിപ്നോട്ടിസമാണ്. അതും മെന്റലിസവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഇല്ല. പക്ഷെ ഞാൻ വിചാരിച്ചത് എന്താ അറിയോ, ഇപ്പം മരിച്ചുപോയ ആളെ കാണിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ കണ്ണടച്ചിട്ട് ഒരാളെ വിചാരിക്കുന്നു, അപ്പോൾ ഒരാൾ വന്ന് ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ ഇപ്പം മമ്മൂക്ക വന്ന് നിന്നു, അങ്ങനെയൊക്കെ അത് പ്രോപ്പറായിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ചെയ്തോട്ടെ. പക്ഷേ ഇപ്പൊ കണ്ടുവരുന്ന ഒരു കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എവിടെ ഈ പറഞ്ഞ ബീച്ചിലോ എവിടെ എവിടെയൊക്കെ ചെന്നിട്ട് അത് 2 ദിവസത്തെ ക്രാഷ് കോഴ്സ് പഠിച്ചിട്ട് നിങ്ങൾ ഞാൻ മരിച്ചുപോയ ആളിനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് മെന്റൽ ഹെൽത്തിന് ഒരു വാല്യൂ കൊടുക്കാതെ ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഭയങ്കര സീനാണ്. ഇത് കഴിഞ്ഞിട്ട് ഈ എക്സ്പീരിയൻസ് ചെയ്ത പലരും എന്നെ വിളിച്ചിട്ടുണ്ട് ഇതിന്റെ കൺസൾട്ടേഷന് വേണ്ടിയിട്ട്. അതായത് അവർ ട്രോമാറ്റിസൈഡ് ആയിപ്പോൾ അവർക്ക് ആ ഒരു മെമ്മറിയിൽ നിന്ന് തിരിച്ച് ലൈഫിലോട്ട് വരാൻ പറ്റുന്നില്ല. ഇവർ കാണിച്ചിട്ട് ഇവരങ്ങ് പോകും. ഇത് ഇവരുടെ കോഴ്സിൽ ചിലപ്പോൾ പഠിപ്പിക്കുന്നത് ഇതിന്റെ സജഷൻസ് കൊടുക്കുന്ന ടൂൾ മാത്രമേ ഇവർ ചിലപ്പോൾ കോഴ്സിൽ പലരും പഠിപ്പിക്കുന്നുണ്ടായിരിക്കും. അതിനുശേഷം എന്തായാലും മുമ്പ് ഇതൊന്നും ആരും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് വളരെ ഗൗരവപരമായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണ്. വെറുതെ ഇങ്ങനെ നമ്മൾ കാണുമ്പോൾ എന്താ മരിച്ചുപോയ ആളിനെ കാണുന്നു, ആൾക്കാർ മറ്റേ ഇമോഷണൽ ആവുന്നു, അതാവുന്നു ഇതാവുന്നു. ഇത് കഴിഞ്ഞിട്ട് ആ പെർട്ടിക്കുലർ വ്യക്തിക്ക് മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? അയാളുടെ ലൈഫിൽ പിന്നെ സ്വപ്നത്തിൽ അയാൾ ചിലപ്പോൾ ആളിനെ പിന്നെയും കാണാൻ ചാൻസസ് ഉണ്ട്. വർക്ക് ലൈഫിനെ ബാധിക്കും, അവരുടെ പേഴ്സണൽ ലൈഫിനെ വളരെ വലിയ രീതിയിൽ പലർക്കും ബാധിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇത് ചെയ്യുന്നവരാണ് നിങ്ങൾ. അവിടുന്ന് ഇവിടുന്ന് ഈ മറ്റേ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ മുറിവൈദ്യം ആളെ കൊല്ലും എന്നൊരു സാധനമുണ്ട്. അവിടുന്ന് ഇവിടുന്ന് കിട്ടുന്ന ചെറിയ സോഴ്സസ് മാത്രം വെച്ചിട്ട് ഇങ്ങനെ ഒരിക്കലും മെന്റൽ ഹെൽത്ത് വെച്ചിട്ട് നിങ്ങൾ കളിക്കാൻ നിൽക്കരുത്. അതിനെ പ്രോപ്പറായിട്ട് പഠിച്ചിട്ട് ചെയ്യും. അതും ഹിപ്നോട്ടിസത്തിൽ ഇത് മാത്രമല്ലല്ലോ, വേറെ എന്തൊക്കെ ചെയ്യാനുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ആളുടെ പേര് മറന്നു, ഓക്കെ, അതൊക്കെ നമ്മൾ ഒരു ആർട്ട് ഫോം ആയിട്ട് ചെയ്യാം. അതൊക്കെ ഓക്കെ. ഈ ഇത്ര നാൾ എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, ഇതൊക്കെ മെന്റലിസം ആണ്. ആക്ച്വലി എന്താണ് മെന്റലിസം? മെന്റലിസം ഒരു മാജിക്കിന്റെ വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ട് ഫോമാണ്, ഒരു ബ്രാഞ്ച് ഓഫ് മാജിക് എന്ന് പറയുന്ന പോലെ. പക്ഷേ മെന്റലിസത്തിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നോട് ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നത്, ഞാൻ ചെയ്ത കുറേ ഞാൻ മെന്റലിസവും മാജിക്കും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്ത് ഞാൻ കുറച്ച് സാധനങ്ങൾ ചെയ്തിട്ടുള്ളത് ആൾക്കാർ എന്നോട് ചോദിക്കുന്നു. അതിൽ മെന്റലിസ്റ്റുകളാണ് ചോദിക്കുന്നത്, എടാ അതിൽ മെന്റലിസത്തിൻ്റെ ഒരു സാധ്യതയും രഹസ്യമൊന്നും ഇല്ലല്ലോ, പിന്നെ അതെങ്ങനെ ചെയ്തു? എൻ്റെ സബ്ജക്റ്റ് മെന്റലിസം മാത്രമല്ല. ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് ഇങ്ങനെയുള്ള ഭ്രാന്തൻ ചിന്തകളുടെയൊക്കെ പുറകെ പോകാൻ ഒരുപാട് ഇഷ്ടമാണ്. മെന്റലിസം ഞാൻ എപ്പോഴോ പഠിച്ചു, അത് ഞാൻ ഓക്കെ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഒരു ആർട്ട് ഫോമായിട്ട് ആർട്ട് എന്നുള്ള രീതിയിൽ തന്നെ ചെയ്യുന്നു. അതിനല്ലാതെ അതിന് സൂപ്പർ നാച്ചുറൽ പരിപാടിയൊന്നും ഞാൻ ഇതുവരെ ക്ലെയിം ചെയ്തിട്ടില്ല, ചെയ്യില്ല. ഇതിനപ്പുറത്തേക്ക് മെന്റലിസത്തിന് അപ്പുറത്തേക്ക് വേറെ കുറേ എനിക്ക് ഇഷ്ടമുള്ള ടോപ്പിക്സ് ഉണ്ട്. അപ്പം അതെല്ലാം ഞാൻ റിസർച്ച് ചെയ്യുന്നുണ്ട്. ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ കോൾ റീഡിങ് പോലുള്ള കുറേ സാധനങ്ങളുടെ കുറച്ചുകൂടെ ഇൻഡെപ്ത് സാധനങ്ങളുണ്ട്. അപ്പോൾ അതും ഞാൻ എൻ്റെ ഷോയിൽ ചെയ്യാറുണ്ട്. അപ്പോൾ മെന്റലിസം മാത്രമല്ല നമ്മൾ. ഓക്കെ, ഇപ്പൊ എങ്ങനെയാ ഒരു ഗുഡ് സബ്ജക്റ്റ് ആണ് എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്? ആദ്യമൊക്കെ ഭയങ്കര പാടായിരുന്നു. ഡിഫെൻസീവ് ആയിട്ടുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവരിങ്ങനെ നമുക്കൊരു പിടിയും തരത്തില്ല. അപ്പം അത് ആദ്യമൊക്കെ വിഷമമാവുമായിരുന്നു. പിന്നെ ചെയ്ത് കയ്യിന്ന് പോയി ശരിയായി. ഇത് ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോ മെന്റലിസം അല്ലെങ്കിൽ ഈ ഒരു സംഭവം നമ്മൾ കുറച്ച് ഗൗരവപരമായിട്ടുള്ള ചർച്ചകളിലേക്ക് പോകുന്നു. ആഗോളതാപനവും അതിന്റെ എന്റെ ഡൗട്ടോ ഇതും കൂടി ചോദിക്കട്ടെ. അതായത് നമ്മളിപ്പോ ഒരാള് മെന്റലിസം ചെയ്യാൻ മുന്നിലിരിക്കുമ്പോ അത് വർക്ക് ആവുമല്ലോ. ഇപ്പം എനിക്ക് വർക്കായത് എന്റെ മൈൻഡ് ഇപ്പം സ്ട്രോങ് മൈൻഡ് ആയ ഒരാളായതുകൊണ്ടാണ്. ഉള്ളിന്റെ ഉള്ളിൽ ആഗ്രഹിച്ചില്ലേ, ഞാനിത് പറയണമെന്ന് ആഗ്രഹിച്ചില്ലേ? എങ്കിലല്ലേ മസ്താനിക്ക് ഒരു ഭയങ്കര ഒരു സർപ്രൈസിങ് ചെയ്യാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഭൂരിഭാഗം. എല്ലാവരും ചലഞ്ച് ചെയ്യാൻ വരുന്നവരായാൽ പോലും പെട്ടെന്ന് വിചാരിക്കും ഇവനെ ചലഞ്ച് ചെയ്യാം. എന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഇവനിത് പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കുമല്ലേ എന്നുള്ളൊരു സാധനം വരും. പ്രേതം ഇല്ലാന്ന് വാദിക്കുന്ന ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ, ഞാൻ ഉൾപ്പെടെ, പ്രേതം അങ്ങനെ ഒരു മിസ്റ്റീരിയസ് സാധനം സൂപ്പർ നാച്ചുറൽ സാധനമൊക്കെ ഉണ്ടെന്നറിയാൻ ഏറ്റവും ക്യൂരിയോസിറ്റി. എന്താണെന്ന് വെച്ചാൽ എന്തായാലും ഇല്ല നമുക്കറിയാം, പക്ഷേ അതുണ്ടെങ്കിൽ സൂപ്പർ ആയിരിക്കും എന്നുള്ളൊരു സാധനമില്ല. അല്ലാണ്ട് നമ്മുടെ മൈൻഡിന്റെ ആ ഒരു സ്ട്രെങ്ത് റിലേറ്റ് ഒന്നുമല്ല. അത് ചില ആൾക്കാർ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ കിട്ടും. അങ്ങനെയുള്ള ആൾക്കാരെ ഹിപ്നോട്ടിസത്തിന് ബെറ്റർ ടൂളായിട്ട് നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ അതും കറക്റ്റായിട്ട് പ്രോപ്പർ വെയിലായിരിക്കണം എന്നേ ഉള്ളൂ. അങ്ങനെ. ഓക്കെ, ഇപ്പൊ മെന്റലിസം അല്ലെങ്കിൽ ഈ ഒരു ഇതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാലേ, അതാണ് എനിക്ക് ആവശ്യം. അങ്ങനെ മാറ്റി വെക്കാം. എനിക്കിതൊന്നും സംസാരിക്കാൻ ഒരു താല്പര്യമില്ല. പണ്ട് ഞാൻ ഇപ്പൊ ഇന്റർവ്യൂ റീസ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 3 വർഷത്തിന് ശേഷം. അപ്പോൾ പണ്ടൊക്കെ ഞാൻ ഇതൊക്കെ കുറെ സംസാരിച്ച് കളഞ്ഞ ടോപ്പിക്കാണ്. നമുക്ക് പുതിയ കാര്യങ്ങൾ സംസാരിക്കാം. ഇതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ല.
ഓക്കെ. ശരിക്കും അനന്തു എങ്ങനെയാണ് ഈ ഫ്രീ ടൈം ഒക്കെ സ്പെൻഡ് ചെയ്യുന്നത്? ഇത് റിസർച്ച് ഇതൊന്നും അല്ലാണ്ട് ഇടവേളകൾ എങ്ങനെ ആനന്ദകരമാക്കുന്നത്? ഫ്രണ്ട് സർക്കിൾ ഉണ്ട് ഒരുപാട്. അപ്പോൾ അവരുടെ കൂടെ ഉള്ള ഒരു ചില്ലിങ് പരിപാടിയൊക്കെ എനിക്ക് ഭയങ്കര രസമാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ റിസർച്ച് ചെയ്യാറുണ്ട്, ഒരുപാട് ഇഷ്ടമുള്ള കാര്യങ്ങൾ റിസർച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഒരു നമുക്കൊരു തന്നെ. പിന്നെ സിനിമ കാണും. സിനിമ ഭയങ്കര സിനിമ അഡിക്റ്റാണ്, ഭയങ്കര സിനിമ അഡിക്റ്റ്. അതെനിക്ക് തോന്നി ചില വീഡിയോ മിക്കതിലും ഒരു ഫിലിം ഡയലോഗ് ലാസ്റ്റ് മോട്ടിവേഷൻ വീഡിയോയിലൊക്കെ അല്ലേ. ഞാൻ മറ്റേ ശ്രീനിവാസൻ സാറിന്റെയും സത്യനന്ദിക്കാട് സാറിന്റെ അവരുടെയൊക്കെ ഭയങ്കര ഫാനാണ്. ലാലേട്ടന്റെ മമ്മൂക്കയുടെ ഒക്കെ പഴയ കാല സിനിമ 90s വൈബില്ലേ, എനിക്ക് ഭയങ്കര അഡിക്റ്റഡാ ആ സാധനത്ത്. എനിക്ക് എന്തെങ്കിലും വിഷമങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഞാനൊന്ന് സി.ഐ.ഡി. മൂസാണ്. ഞാനും കാണും. പിന്നെ ഉച്ചക്ക് ഫുഡ് കഴിക്കുമ്പോ സി.ഐ.ഡി. മൂസ് പാണ്ടിപ്പടാ സെറ്റല്ലേ, അടിപൊളിയായിട്ടിരിക്കില്ലേ, അത്രേ ഉള്ളൂ. വൈബാ. അങ്ങനെ ഇൻസ്പയർ ചെയ്ത ഒരു മൂവിയാണ് മണിച്ചിത്രത്താഴ്. അതെ. അതല്ലാതെ ഒരുപാട് സിനിമകള്. വെട്ടമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ, വെട്ടത്തിന്റെ ക്ലൈമാക്സ് എന്ത് പടമല്ലേ വെട്ടമൊക്കെ. അയ്യോ, ഇപ്പോഴും കാണും, എത്ര തവണ കണ്ടാലും മടുക്കാത്ത. ഞാൻ വെട്ടത്തിൽ വെച്ചിട്ട് ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഡയലോഗാണ്. വഴിയിൽ വെച്ച് ഒരു മഴയത്ത് എൻ്റെ കൂടെ കീഴിലേക്ക് ഓടി കയറിയാളാണ്, മഴ തീർന്നപ്പോൾ ഓക്കെ ബൈ എന്നൊക്കെ പറഞ്ഞു പോവുകയാണ്. ഇത് ഭയങ്കര നമ്മുടെ ലൈഫിനൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഡയലോഗാണ്. അങ്ങനെ നമ്മുടെ ലൈഫിൽ ടെമ്പററി പേഴ്സൺ ആയിട്ട് വന്ന ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളായിട്ട് തോന്നിച്ച് പിന്നീട് അങ്ങ് പോകുന്ന കുറെ ആൾക്കാരില്ലേ, ആരെയൊക്കെ ഓർമ്മ. ഞാൻ കണ്ടെടുത്ത് അതൊരു ബ്ലാക്ക് ഷർട്ട് ഇട്ടില്ലേ ആ വീഡിയോ ചെയ്ത്? ആണോ? അതെ, കണ്ടായിരുന്നല്ലോ. ഞാൻ സ്റ്റോറിക്ക് ഇടാറുണ്ട് ചിലതൊക്കെ. എന്നുവെച്ചാൽ കുറെ പേജിലേക്ക് വരും, കുറെ നല്ല BGM ഒക്കെ അവർ ആഡ് ചെയ്ത് എഡിറ്റ് ഒക്കെ ചെയ്തിട്ട് വേറെ വേർഷൻ ആയിട്ട് വരും. അപ്പൊ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് റിലേറ്റബിൾ ആണെന്ന് തോന്നുമ്പോൾ ഞാൻ അടുത്ത സ്റ്റോറി. ഇപ്പം നമ്മളിങ്ങനെ ഈ മെന്റലിസത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, എന്നാലും പൊതുവെ ഇപ്പം റീച്ചിന് വേണ്ടിയിട്ടേ ഇപ്പം സണ്ണി ലിയോണെ കാണിച്ചു തരാം, മിയ ഖലീഫിനെ കാണിച്ചു തരാം, അല്ലെങ്കിൽ റീച്ചിന് വേണ്ടി എന്നുള്ളൊരു ടേം പറയണം. അത് മസ്റ്റ് ഒരു പോയിന്റ് ആണ്, ഞാൻ പറയാതെ. ഇപ്പം റീച്ചിന് വേണ്ടി തന്നെയാണ്. കാരണം ഇങ്ങനത്തെ സാധനങ്ങൾ ഇടുമ്പോൾ ആൾക്കാർ കാണും, കുറച്ചുകൂടി റീച്ച് ആവും. അപ്പം ഇപ്പം കണ്ണു തുറക്കുന്ന സമയത്ത് നമുക്ക് ഡ്രസ്സ് ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യും, അല്ലെങ്കിൽ വേറൊരാൾക്ക് ഡ്രസ്സ് ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യും. അങ്ങനത്തെ കുറെ വിയേർഡ് സാധനങ്ങൾ ചെയ്യുന്ന അത് കണ്ടിട്ടുണ്ട്. അതും റീച്ചിന് വേണ്ടിയിട്ട്. ഇത്ര വലിയ പ്രശ്നമാണെന്ന് ആലോചിച്ച് നോക്കി. മസ്താനിയുടെ അടുത്ത് ഞാനിപ്പോൾ പറയാണ്, മസ്താനി ഇവിടെ ഇരിക്കുന്ന ഇത്രയും ആണുങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്, ഇത്രയും ആൾക്കാർക്ക് മസ്താനിയെ ഡ്രസ്സ് ഇല്ലാതെ കാണിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിരിക്കുമായിരിക്കും, കാണുന്ന ആൾക്കാർ ചിരിക്കുമായിരിക്കും. അതിനപ്പുറത്തേക്ക് മസ്താനിയുടെ മനസ്സിലുണ്ടാവുന്ന ട്രോമാസ് എന്തൊക്കെയായിരിക്കും ആലോചിച്ച് നോക്കി. എത്രത്തോളം വലിയൊരു സീരിയസ്നെസ് ഉള്ള ഒരു ഇഷ്യൂ എന്ന് ആലോചിച്ച് നോക്കി. വെറുതെ ബീച്ചിലും ചെന്നിട്ട് ഇവർ ഇത് ഒരു ബന്ധമില്ലാതെ കുറേ പെൺകുട്ടികൾ, കൊച്ചു പെൺകുട്ടികൾ കാണും, വലിയവർ കാണും, എല്ലാവരും മുമ്പിൽ ചെന്നിട്ട് ഇവന്മാർ പറയാണ്. ഞാൻ ഇവന്മാരെന്ന് തന്നെ പറയും ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരോട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇങ്ങനെയുള്ള ഇൻ്റർവ്യൂസിലൊക്കെ ഞാൻ ഇതൊക്കെ കുറച്ച് ഹാർഷായിട്ട് തന്നെ സംസാരിക്കുന്നത്. അത്രയും ഗതികിട്ട് എനിക്കിങ്ങനെ കോൾസ് വരാൻ തുടങ്ങി. ഇങ്ങനെ ചെയ്യുന്ന അനന്തൂന് പറഞ്ഞിട്ട് ഇവന്മാരൊന്നും കേൾക്കില്ലേ, ഇങ്ങനെ ഒരു കാര്യം വരാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. ലൈക്ക് അതിൽ ഒരു 10 വയസ്സുള്ള ഒരു കുട്ടിയുടെ മനസ്സിൽ ഇവർ ഈ പറയുന്നൊരു പ്ലോട്ട് ഇഞ്ചക്റ്റഡ് ആവുക എന്ന് ആലോചിക്കും. ഞാൻ ഡ്രസ്സില്ലാതെ നിൽക്കുകയാണെന്നുള്ളൊരു പ്ലോട്ട് ആ 10 വയസ്സുള്ള കുഞ്ഞിൻ്റെ മനസ്സിൽ ഇഞ്ചക്റ്റഡ് ആവുകയാണ് ഈ മെൻ്റലിസ്റ്റ് ഹിപ്നോട്ടിസ്റ്റ് ചെയ്യുന്ന സമയത്ത്. അത് ആ കുട്ടിക്ക് വലുതാവുമ്പോൾ ലൈക്ക് വീണ്ടും അടുത്ത ദിവസം ക്ലാസ്സിൽ പോകുമ്പോഴൊക്കെ എന്തുമാത്രം ട്രോമാസ് ഉണ്ടാക്കുമെന്ന് ആലോചിച്ച് നോക്കി. ഞാനിപ്പോഴും അങ്ങനെയാണോ ഡൗട്ട് വരും. ഈ ഒരു സാധനം വരില്ലേ? മസ്താനി നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് മസ്താനി എടുത്ത് ഇപ്പോൾ അത് ഒരു സാധനം പറഞ്ഞാൽ പോലും എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ഓക്കെ, അത് ഫണ്ടിന് വേണ്ടി ഇതിൽ ചെയ്യും. പക്ഷേ ഉറപ്പാണ് മസ്താനിക്ക് പിന്നെ ഈ ഒരു സാധനം മെമ്മറി ഇങ്ങനെ മസ്താനി ഇങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. എന്തിനാ നിങ്ങൾ ഒരാളുടെയും മെൻ്റൽ ഹെൽത്തോ ഒരാളുടെയും ഇമോഷണൽ സ്റ്റെബിലിറ്റിയോ തകർത്തിട്ടുള്ള ഒരു എൻ്റർടൈൻമെൻറ്റും പ്രോത്സാഹിപ്പിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഓക്കെ, അല്ല അത് ശരിയാണ്. ഇപ്പൊ പെട്ടെന്ന് റീച്ച് കിട്ടും. ഈ പറഞ്ഞ പോലെ അവരിത് ചെയ്ത് ഇതെന്താ എനിക്കറിയാഞ്ഞിട്ടാണോ? ഞാനിപ്പോൾ ഉള്ളതിൻ്റെ 10 ഇരട്ടി റീച്ച് ഇത് ചെയ്താൽ എനിക്ക് കിട്ടും. ഇവർ ഈ പറഞ്ഞ ഈ സാധനങ്ങൾ ഇവർക്ക് ഇതിൻ്റെയൊക്കെ ഡേറ്റാസ് കാര്യങ്ങളും കിട്ടുന്നതിന് എത്ര വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഈ സാധനങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ എനിക്കെന്താ ഇത് ചെയ്യാൻ അറിയാഞ്ഞിട്ടാണോ? എൻ്റെ ഏതെങ്കിലും വീഡിയോസ് നിങ്ങൾ എടുത്ത് നോക്കും. ഏതെങ്കിലും വീഡിയോയിൽ ഞാൻ ചെന്നിട്ട് നിങ്ങളെ ഡ്രസ്സില്ലാതെ കാണിച്ചു തരാം, നിങ്ങളെ മരിച്ചുപോയ ആളിനെ ഞാൻ മുമ്പേ കാണിച്ചു തരാം എന്ന് ഞാൻ ചെയ്യില്ല. അത് ഒരുപാട് പേര് അങ്ങനെ വിളിക്കുന്നുണ്ട് മരിച്ചുപോയ ആൾക്കാരെ കാണിക്കാനായിട്ട്. അവരോട് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങളോട് അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ട്രോമാസ് ഉണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ സ്വപ്നത്തിൽ നിങ്ങൾ ആ ഒരാളിനെ കാണും, ആ ഒരു ഇമോഷൻ നിങ്ങളെ ഹോണ്ട് ചെയ്യും. വലിയ പ്രശ്നമാണ് അതൊക്കെ. അപ്പോൾ റീച്ചിന് വേണ്ടി എന്തും ചെയ്യാമെന്നുള്ളൊരു രീതി വരാതിരിക്കട്ടെ. ഓക്കെ, ഇനി കണ്ടതിൽ വെച്ചിട്ടേ ഇപ്പം നമ്മളൊരു മെന്റലിസ്റ്റ് ആണ്, പക്ഷെ എന്നാലും
നമ്മുടെ ഇപ്പം ആദിച്ചേട്ടന് ഭയങ്കര ഇഷ്ടമാന്ന് പറഞ്ഞു. അതല്ലാതെ ഇൻസ്പയർ ചെയ്ത വേറെ സജി വിജയൻ. ഈ പേര് നിങ്ങൾ ഒരിടത്തും കേട്ട് കാണില്ല. ഇല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള എന്നെ പഠിപ്പിച്ച ആളാണ്. ഓക്കെ. മെന്റലിസ്റ്റ് അനന്തുവിനെ ആരാണ് മെന്റലിസം ലൈക്ക് എനിക്ക് ഏർലി എന്നെ മുതുകാട് സാറ്, അതുപോലെ ചന്ദ്രസേനൻ സാറ്, മനു പൂജപ്പുര, ഇവരൊക്കെ എൻ്റെ മെന്റേഴ്സാണ്. മെന്റലിസം ലൈക്ക് മെജീഷ്യൻ അനന്തുവിൽ നിന്ന് മെന്റലിസ്റ്റ് അനന്തുവിലേക്കുള്ള ഒരു വലിയ ട്രാക്ക് ചേഞ്ച് എനിക്ക് തന്നത് സജി വിജയൻ എന്ന് പറയുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ വലിയൊരു കോൺട്രിബ്യൂഷനാണ് ഇന്ന് ഇരിക്കുന്ന മെന്റലിസ്റ്റ് അനന്തു. ഓ അടിപൊളി. എന്തായാലും നല്ല. ഓക്കെ, എന്തെങ്കിലും ഒരു പെർഫോമൻസ് കൂടി കാണിക്കാം. ഇത് ഞാൻ സ്കിപ്പ് ചെയ്യാൻ നോക്കിയത്, എനിക്കത് കിട്ടുന്നില്ല. അത് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഈ കോൺവെർസേഷൻ്റെ ഇടയിൽ ഒരു കാര്യം പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ശ്രമിക്കാം. മസ്താനിയുടെ ഏറ്റവും വീഡിയോസൊക്കെ വൈറലായ ഭയങ്കര മറ്റേ ഇന്നസെൻസ് ഒക്കെ ഭയങ്കരമായിട്ട് മസ്താനിയുടെ ഇന്നസെൻസ് ഒക്കെ ഭയങ്കര വൈറലല്ലേ. അപ്പോൾ അത് റിലേറ്റ് ചെയ്തിട്ടേ ഒരു മണ്ടത്തരം അങ്ങനെ എന്തെങ്കിലും കാര്യം പെട്ടെന്ന് ക്ലോസ് യുവർ ഐസ് നൗ ഈ മൊമെന്റിൽ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു മസ്താനി ചെയ്തിട്ടുള്ളതിൽ വെച്ച് ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു മണ്ടത്തരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചും ആലോചിക്കും. കണ്ണടച്ചിരുന്നു. അത് 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 റീസെൻ്റ് ആയിട്ട് ആ മണ്ടത്തരം പറ്റിയിട്ടുണ്ടോ എന്ന് ആലോചിക്കും. ഓക്കെ. പക്ഷേ പറ്റിയില്ല. ശ്രദ്ധിച്ചു. ഓക്കെ. ആ ഒരു മണ്ടത്തരത്തിന് എത്ര നാളത്തെ ആയുസ് ഉണ്ടെന്ന് ആലോചിക്ക്. കുട്ടിക്കാലം മുതലുള്ളതാണോ അതോ ഇപ്പോഴും? ഉത്തരം പറയണ്ട, ഉത്തരം മനസ്സിലാലോചിച്ചാൽ മതി. ഇപ്പോൾ ഒരു ബ്രീത്തിങ് ഇങ്ങനെ ലിപ്സ് ഇങ്ങനെ അകത്തോട്ട് പോയല്ലേ ക്യാമറയിൽ. കണ്ണു പറഞ്ഞേ. ഞാൻ ചോദിക്കാം, അതിന് ആണെങ്കിൽ മാത്രം ആണെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ആ ഒരു മെമ്മറി നമ്പേഴ്സ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. മസ്താനി ലാസ്റ്റ് ആർക്ക് പൈസ അയച്ചപ്പോഴാ തെറ്റിപ്പോയെ? എന്താ ആലോചിച്ച? എന്താ അറിയോ, എനിക്ക് മാത്സിൽ ഞാൻ ഭയങ്കര വീക്കാ. അപ്പൊ ചെറുപ്പം മുതലേ എനിക്ക് പറ്റുന്ന അബദ്ധം എന്താന്ന് വെച്ചാൽ ഇപ്പൊ വീട്ടിൽ നിന്ന് കടയിലേക്ക് വിടുമ്പോ ബാലൻസ് തരല്ലോ. അപ്പൊ അത് ടാലി എനിക്കറിയില്ല. ചില സമയത്ത് എനിക്ക് കുറവായിരിക്കും തരുന്നത്. ഇപ്പൊ വീട്ടിൽ നിന്ന് അടി കിട്ടുമ്പോഴേക്കും മനസ്സിലാവുന്നത്. ഇപ്പൊ ഈ ഫോൺ പേ ഗൂഗിൾ പേ ഒക്കെ വന്നതുകൊണ്ട് ഇപ്പൊ 1000 ഇടുന്ന സ്ഥലത്ത് ഞാൻ ചിലപ്പോൾ 10,000 ഇടും. അല്ലെങ്കിൽ ഈ പൂജ എനിക്ക് കൂടിപ്പോകും. പൂജ്യത്തിന്റെ പ്രശ്നം. അങ്ങനെ എനിക്ക് എപ്പോഴും അബദ്ധം പറ്റാറുണ്ട്. പിന്നെ ഒരു പേയ്മെന്റ് 2 വട്ടം അയക്കുക. പറ്റാതിരിക്കാൻ ഞാൻ വഴി പറഞ്ഞുതരാം. ഇനി അങ്ങനെ ഏതെങ്കിലും ട്രാൻസാക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു എഫക്റ്റ് ആലോചിച്ചാൽ മതി. ഇനി പറ്റില്ല. അത് ഞാനൊരു സജഷൻ ആയിട്ട് തരാം. ഇനി മസ്താനിക്ക് ഒരു 99% ആ ഒരു ഇഷ്യൂ വരില്ല. ആണോ? സീരിയസ്ലി, ട്രസ്റ്റ് മീ. അതെന്താ? ട്രസ്റ്റ് മീ. താങ്ക് യു. എനിക്ക് ഇന്നും കൂടി പറ്റേണ്ടത്. ഇനി മസ്താനി അതിൽ കോൺഷ്യസ് ആവും. ഇനി മസ്താനി അത് ഓരോ പേയ്മെന്റ് ചെയ്യുന്ന സമയത്തും എന്നെ ആലോചിക്കും. ഇന്നേ പെട്രോൾ അടിക്കാൻ വേണ്ടി 1000 രൂപ ഇടണം, ഞാൻ 10,000 ഇടാൻ പോയതാ. ഇല്ല, ഇനി പറ്റില്ല. അത് ഇനി 99% ഇനി അത് പറ്റില്ല. ആണല്ലേ? എന്നാലും അതെങ്ങനെയാ പറയാ? ട്രൈ ചെയ്ത് നോക്ക്. ഇനി പറ്റിക്കഴിഞ്ഞാൽ എന്നെ വിളിക്കും. പറ്റി ഞാൻ ഷോയിൽ വരുമ്പോ പറയാം. ഷോയിന് വരുമ്പോ പറയും. ഓക്കെ, സൂപ്പർ. പക്ഷെ ഇത് ഭയങ്കര, നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു റിയാക്ഷൻ എല്ലാവരുടെ അടുത്തുനിന്നും കിട്ടി ഓൾറെഡി യൂസ്ഡ് ആയിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് മെന്റലിസം ട്രൈ ചെയ്യുന്നത്. നമ്മൾ ഈ പുറത്തെ വിദേശത്തൊക്കെ പോകുന്ന സമയത്ത്, ഞാൻ ആഫ്രിക്കയിലൊക്കെ ഷോ ചെയ്യുന്ന സമയത്ത് അവിടുത്തെ നേറ്റീവ്സ് ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് അവരുടെ തോട്ട്സും നെയിംസും ഒക്കെ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാര്യം അവരുടെ നേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, പേരുകളൊക്കെ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ അത് ഒരു സ്ഥലത്ത് പോയപ്പോഴത്തേക്കും 3 എണ്ണം തെറ്റി, 3 കാര്യങ്ങളും തെറ്റി. അപ്പോൾ ഇവർക്ക് ഈ മെന്റലിസം എന്താണെന്നൊന്നും ആർക്കും അറിയില്ല വലുതായിട്ട്. 3 എണ്ണം തെറ്റി. അടുത്തത് ശരിയായപ്പോഴത്തേക്ക് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇവരൊക്കെ ഇറങ്ങി ഓടുന്നു അവിടുന്ന്. ഇവരെന്നെ മറ്റേ എന്തോ ഒരു ഗോഡ് മാൻ ഇമേജിലേ. മെന്റലിസം എന്താണെന്ന് അവിടെ സ്പ്രെഡിങ് അല്ല, വേർഡ് ഒന്നും അറിയില്ല. അവർക്ക് മാജിക് മാത്രമേ അറിയുള്ളൂ. അപ്പം ഞാൻ എന്തായാലും അവിടെ മാജിക് ഒന്നും യൂസ് ചെയ്തിട്ടില്ല, ട്രിക്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല എന്ന് അവർക്ക് അറിയാം. അപ്പോൾ അവരിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇൻസ്റ്റന്റ് ആയിട്ടൊരു മൊമെന്റിൽ ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവരിങ്ങനെ എഴുതി ഓടി. അപ്പം അതിൽ കുറച്ച് ആൾക്കാർ പിന്നെ എൻ്റെ കോൺടാക്ട് ഒക്കെ വാങ്ങിച്ചിട്ട് ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട് ആൾക്കാർ. ഞാൻ പറഞ്ഞു, പൊന്നെണ്ണ, ഇത് ഞാൻ അവിടെ മലയാളികളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു, പൊന്നെണ്ണ നിങ്ങൾ വേറെ ഇനിയിപ്പം മറ്റേ എൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ദക്ഷിണയൊക്കെ ഇട്ട് ഇങ്ങനെയൊന്നും അല്ല. ഞാനൊരു ആർട്ടിസ്റ്റാണ്. ഇതൊരു പെർഫോമിങ് ആർട്ടാണ്. എനിക്ക് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ നിങ്ങൾക്കും ചെയ്യാം. നന്നായിട്ട് ഒബ്സർവ് ചെയ്താൽ മതി. അങ്ങനെയൊക്കെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അടിപൊളി. പക്ഷെ എനിക്ക് ആ ഒരു എക്സൈറ്റ്മെന്റ് ആവും. ഇപ്പം നോർമലി നമ്മൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഇപ്പം മാജിക് കാണുമ്പോൾ ആ ഒരു സാധനം എനിക്ക് പൊതുവെ എല്ലാത്തിലും ഭയങ്കര എക്സൈറ്റ്മെന്റ്. അത് കുറച്ച് കൂടുതലാണ്. അതാ ഓക്കെ. അത് കീപ്പ് ചെയ്യണം കേട്ടോ. എക്സൈറ്റ്മെന്റ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു ക്വാളിറ്റിയാണ്.
അത് നമ്മുടെ നാട്ടിൽ ഇല്ലാത്തൊരു ഇത്. നമ്മളിവിടെയൊക്കെ എൻ്റെ അവിടെയൊക്കെ ആൾക്കാർ ഞാനിപ്പോൾ ഇത് ചെയ്താലും ശരിയടെ ചെയ്താൽ ഓക്കെ ബൈ ഞാൻ ഇങ്ങനെ പറയും. കഴിഞ്ഞ സ്റ്റേജിൽ ഞാനിങ്ങനെ ഒരു കുറച്ച് ഇതായിട്ട് അതെനിക്ക് ഭയങ്കരമായിട്ട് കോംപ്ലിക്കേഷൻ ആയിരുന്നു, എനിക്ക് കിട്ടുന്നില്ല ആ പേര്. ഞാനിങ്ങനെ ചേട്ടാ കീപ് തിങ്കിങ് സ്റ്റേജിൽ നിന്ന് ഒരു ചേട്ടൻ അനന്തു എന്തായാലും അത് പറയുമെന്ന് അറിയാം, എന്തിനാ ഇങ്ങനെ ഡ്രാമ കാണിക്കുന്നതെന്ന്. ഞാനിവിടെ കിട്ടാതെ ഞാനിവിടെ പണിപെട്ടുകൊണ്ടിരിക്കുക, അത് വേറെ എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ ആൾക്കാർക്കൊരു മുൻവിധിയായി ഞാൻ ഇപ്പം പറ്റും എന്നുള്ളൊരു സാധനം. അത് പക്ഷേ ഭയങ്കര ഒരു വിഷയമാണ്. അങ്ങനെ പറ്റാതെയും സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ എക്സ്പ്രസ് ചെയ്യാനുള്ള ക്വാളിറ്റി വലിയൊരു ക്വാളിറ്റിയാണ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ല ഇഷ്ടമല്ല, അത് വരും ഇങ്ങനെ ആ ഒരു സാധനം. ഓക്കെ, ഈ നമ്മളിപ്പോ തെറ്റിപ്പോന്ന് പറഞ്ഞല്ലോ. അപ്പം എന്തായാലും ഏത് സംഭവം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറെ തെറ്റുകളൊക്കെ പറ്റും, പിന്നെ അതിൽ നിന്നാണല്ലോ നമ്മൾ ശരിയായി വരുന്നത്. ഇപ്പോ ഈ ആൾക്കാര് പറയുന്ന പോലെ തന്നെ പൊതുവെ അനന്തു എന്ന് പറയുമ്പോ അവനെല്ലാം എടുക്കും നമ്മുടെ കയ്യിൽ നിന്ന്, അവനെല്ലാം പറ്റും എന്നുള്ളൊരു വിശ്വാസം വന്നപ്പോൾ അത് ഒരു തരത്തിൽ അതൊരു എന്താ പറയാ, എനിക്ക് കുറച്ചുകൂടെ ധൈര്യമായിട്ട് ചെയ്യാനുള്ളൊരു മുൻവിധി. മറ്റേ സിനിമകൾ ഇറങ്ങുമ്പോഴേ ഇത് 100 ഡേയ്സ് ഹിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ചെന്ന് ഇറക്കുമ്പോൾ ഒരു പരിപാടിയാണ് എൻ്റെ. മുൻവിധിയോടെ ഇരിക്കുന്ന ആൾക്കാരെ ചെയ്യാൻ എനിക്ക് ഇത്തിരി കുറച്ച് ഇഷ്യൂ ആണ്. ഇപ്പൊ കുഴപ്പമില്ല, പതിയെ മാറി വരും. ഇപ്പൊ ഈ ഒരു സ്റ്റേജിലേക്ക് നിൽക്കുമ്പോഴും തെറ്റിപ്പോയിട്ടുണ്ടോ? പിന്നെ ഒരുപാട്. റീസെന്റ് ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ, റീസെന്റ് ആയിട്ട് ആ വെന്യൂല് തന്നെ തെറ്റിയിട്ടുണ്ട്. കുടുംബകലഹമൊക്കെ ഉണ്ടാവേണ്ടതായിരുന്നു. അതൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ വെച്ചിട്ടുള്ളൊരു കോംബോ ഉണ്ട്. ഹസ്ബൻഡിന് ഏറ്റവും മറക്കാനാവാത്തൊരു മെമ്മറി ആലോചിക്കാൻ ഞാൻ പറഞ്ഞു. ആൾ ആലോചിച്ചത് ഭാര്യയായിട്ടുള്ള മെമ്മറിയാണ്, ഭാര്യ തൊട്ടിപ്പുറത്തിരിക്കുക. പക്ഷെ ആൾ ഇത് ആലോചിച്ചിട്ട് അതിനെ സ്വിച്ച് ചെയ്തു, ആ മെമ്മറി സ്വിച്ച് ചെയ്തിട്ട് ഞാൻ വേറൊരു മെമ്മറി ആലോചിച്ചു. പക്ഷെ ആളുടെ വിചാരം ഞാനിപ്പോൾ ഭാര്യയുടെ കാര്യം പറയുന്നതാണ് ആളുടെ വിചാരം. ആള് മെമ്മറി സ്വിച്ച് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് കിട്ടുന്ന ക്ലൂസ് എല്ലാം ആളുടെ സെക്കൻഡ് മെമ്മറിയാണ്. സെക്കൻഡ് മെമ്മറി ആളുടെ കൂടെ പഠിച്ച വേറൊരു പെൺകുട്ടിയെ കുറിച്ച്. അയ്യോ, ഞാനിങ്ങനെ ചേട്ടാ അത് ആലോചിച്ചിട്ട് അത് ആതിരയുടെ പെട്ടെന്ന് ഈ പുള്ളിക്കാരി ഇങ്ങനെ ഒരു നോട്ടം ഇയാളെ ആതിര എന്ന് പറയുന്ന ഇവരുടെ ഇടയിൽ ഭയങ്കര ക്ലാഷ് ഉണ്ടാക്കിയ പേരാ. അപ്പൊ അങ്ങനെയൊക്കെ കുറെ പ്രശ്നം. അടിപൊളി.